വെൽക്കം ബാക്ക് ടു PB പാർട്ട്നേഴ്സ് പാഠശാല. ലൈഫ് ഇൻഷുറൻസിന് കീഴിൽ നമുക്ക് ചർച്ച ചെയ്യാം ബെനിഫിറ്റ്സ് ഓഫ് ആന്വിറ്റി പ്ലാൻസ്. ഹേയ് രാജ്, എടാ, ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോ വിപുലീകരിക്കാൻ ആലോചിക്കുകയാണ്. എനിക്ക് നീ എന്തെങ്കിലും നല്ല പ്ലാൻ സജസ്റ്റ് ചെയ്യാമോ? തീർച്ചയായും. നീ ആന്വിറ്റി പ്ലാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, പേര് കേട്ടിട്ടുണ്ടെന്ന് മാത്രം, വിശദമായിട്ടൊന്നും അറിയില്ല. ആന്വിറ്റി പ്ലാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇതിൽ നിങ്ങൾ ഒരു ലംസം എമൗണ്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ആ നിക്ഷേപിച്ച തുകയുടെ പണം കൃത്യമായ ഇടവേളകളിൽ ലഭിച്ചുകൊണ്ടിരിക്കും. നിന്റെ റിട്ടയർമെന്റ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുവാനുള്ള ഏറ്റവും മികച്ച പ്ലാനാണിത്. ആന്വിറ്റി പ്ലാൻസ് പൊതുവെ 2 ടൈപ്പിലുണ്ട്: ഡെഫേർഡ് ആന്വിറ്റി, പിന്നെ ഇമ്മീഡിയറ്റ് ആന്വിറ്റി. ഡെഫേർഡ് ആന്വിറ്റി. ഇപ്പോൾ എൻ്റെ പ്രായം 30 വയസ്സാണെന്ന് കരുതുക. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് 60 വയസ്സാകുമ്പോഴേക്കും എൻ്റെ ഒരു ഫിക്സഡ് പെൻഷനിൻ്റെ സോഴ്സ് ഉണ്ടാകണമെന്ന്. ഇതിനായി ഞാൻ ഡെഫേർഡ് ആന്വിറ്റി പ്ലാനിൽ നിക്ഷേപിക്കുകയും എല്ലാ വർഷവും 20,000 രൂപയുടെ ഇൻഷുറൻസ് പ്രീമിയം എൻ്റെ 60 വയസ്സുവരെ കൊടുക്കുകയും ചെയ്താൽ എൻ്റെ ഒരു നല്ല റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ആയിത്തീരും. അതുവഴി എനിക്ക് എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കണക്കിലെടുത്ത് 2 ഭാഗമായി വീതിക്കാൻ കഴിയും: ലംസം തുക, പിന്നെ മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ പെൻഷൻ. ഡെഫേർഡ് ആന്വിറ്റി 2 ടൈപ്പിലുണ്ട്: ഫിക്സ്ഡ് ഡെഫേർഡ് ആന്വിറ്റി, പിന്നെ വേരിയബിൾ ഡെഫേർഡ് ആന്വിറ്റി. ഫിക്സ്ഡ് ഡെഫേർഡ് ആന്വിറ്റിയിൽ നിങ്ങൾക്ക് ഫിക്സഡ് റിട്ടേൺ ലഭിക്കുന്നു. നിങ്ങൾ 10 വർഷത്തേക്ക് 6% പലിശ നിരക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് തുക ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി പറയാം വേരിയബിൾ ഡെഫേർഡ് ആന്വിറ്റി പ്ലാനിനെ കുറിച്ച്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം മാർക്കറ്റ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കാം: സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്നീ വിധത്തിൽ. വേരിയബിൾ ആന്വിറ്റിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തുകയുണ്ടല്ലോ, അത് ഏത് അസറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് സെക്യൂരിറ്റീസിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവയുടെ റിട്ടേൺസിൽ നിങ്ങളുടെ പേ ഔട്ട് ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിലായി. ഇനി എന്നോട് ഇമ്മീഡിയറ്റ് ആന്വിറ്റിയെ കുറിച്ചും പറയൂ. ഇത് ഡെഫേർഡ് ആന്വിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? ഇനി സംസാരിക്കാം ഇമ്മീഡിയറ്റ് ആന്വിറ്റി പ്ലാനിനെ കുറിച്ച്. എനിക്ക് 60 വയസ്സാകാൻ പോകുന്നു എന്ന് കരുതുക. ഞാൻ 10 ലക്ഷം രൂപ ഒരുമിച്ച് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് നൽകി. ഇപ്പോൾ കമ്പനി 10 ലക്ഷം രൂപ കൈവശം വയ്ക്കുമല്ലോ. പിന്നെ ഞാൻ തീരുമാനിക്കുന്നതിന് പ്രകാരം കമ്പനി എനിക്ക് ഒരു നിശ്ചിത തുക പ്രതിമാസം 5,000 രൂപയോ പ്രതിവർഷം 60,000 രൂപയോ റെഗുലർ ഇൻകം സോഴ്സ് എന്ന നിലയിൽ എൻ്റെ ലൈഫ് ഉള്ളിടത്തോളം കാലം എനിക്ക് തരും. എൻ്റെ മരണശേഷം ഇത് എൻ്റെ വൈഫിന് തുടരും. എൻ്റെ വൈഫ് എക്സ്പയർ ആകുമ്പോൾ നോമിനിക്ക് 10 ലക്ഷം രൂപ ലഭിക്കും. ഇമ്മീഡിയറ്റ് ആന്വിറ്റി പ്ലാനിന് 4 പേ ഔട്ട് ഓപ്ഷൻസ് ഉണ്ട്: പെൻഷൻ പ്ലാൻ ഫോർ എൻറ്റയർ ലൈഫ് വിത്ത് നോ ബെനിഫിറ്റ് ആഫ്റ്റർ ഡെത്ത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം പെൻഷൻ ലഭിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. പക്ഷേ ഇതിൽ ഡെത്ത് ബെനിഫിറ്റ് ലഭിക്കില്ല. പെൻഷൻ എമൗണ്ട് ഫോർ ദി എൻറ്റയർ ലൈഫ് വിത്ത് പെൻഷൻ ടു ദി സ്പൗസ് ആഫ്റ്റർ ഡെത്ത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം പെൻഷൻ ലഭിക്കുന്നു, കൂടാതെ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സ്പൗസിന് പെൻഷൻ ലഭിക്കുന്നു. പെൻഷൻ എമൗണ്ട് ഫോർ എൻറ്റയർ ലൈഫ് വിത്ത് ലംസം എമൗണ്ട് റിട്ടേൺ ടു നോമിനി. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം പെൻഷൻ ലഭിക്കുന്നു, പിന്നെ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ നോമിനിക്ക് ഒരു ലംസം തുക ലഭിക്കുന്നു. പെൻഷൻ ഫോർ ദി ഫിക്സ്ഡ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഈ പ്ലാനിൽ നിങ്ങൾക്ക് ചില ഫിക്സ്ഡ് ഇയേഴ്സ് വരെ പെൻഷൻ ലഭിക്കുന്നു. ഉദാഹരണത്തിന് 10, 15 അല്ലെങ്കിൽ 20 വർഷം. ശരി, മനസ്സിലായി. ആന്വിറ്റി പ്ലാൻ ഏറ്റവും അത്യാവശ്യമായ പ്ലാനാണ് റിട്ടയറീസിനെ സംബന്ധിച്ച്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ആന്വിറ്റി പ്ലാൻ ഒരു സ്മാർട്ട് രീതിയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യാതെ റിട്ടയർമെന്റ് ലൈഫ് പൂർണ്ണമായി ആസ്വദിക്കുവാൻ. അപ്പോൾ എന്തിനി കാത്തിരിക്കണം? ഇന്നു തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും അനുസരിച്ച് ശരിയായ ആന്വിറ്റി പ്ലാൻ തിരഞ്ഞെടുക്കുവാൻ അവരെ സഹായിക്കൂ. എൻഷുവർ യുവർ കസ്റ്റമർ ടുമോറോ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ടുഡേ. റിട്ടയർമെന്റ് ലൈഫിലുള്ള ഏറ്റവും മികച്ച ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ PB പാർട്ട്നേഴ്സ് പാഠശാല.